സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നാഗവല്ലി മനോന്മണി വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം ആദ്യം ഇടത്തോട്ടൊന്ന് വളച്ച് പിന്നെ വലത്തോട്ടൊന്ന് വളച്ച് തുറക്ക സീസേം. അല്ല ഇതാരാ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വരാം. വീട്ടിൽ പോടി. എന്താണ് ഒരു സൈഡ് വലിവ്? നീ പിടിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവരായിരുന്നല്ലേ ഡ്രൈവർ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? കാലത്ത് മരുന്ന് കഴിച്ചില്ലേ തല കറങ്ങണ ആളാ. 4 അടി നടന്ന മുട്ടുവേദന, എവിടെയെങ്കിലും വീണു പോയാലും ഈശ്വര ഞാൻ എവിടെ പോയാ തിരകിയ. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വളരെ സിമ്പിളാടാ, പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് വല്ല ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. ഇതുവരെ ഒരു ഗെയിനും ഉണ്ടായിട്ടില്ല. പെയിൻ ആണെങ്കിൽ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു. അനുഭവം കൊണ്ട് പറയുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. കാലത്ത് മരുന്ന് കഴിച്ചില്ലേ തല കറങ്ങണ ആളാ. 4 അടി നടന്ന മുട്ടുവേദന, എവിടെയെങ്കിലും വീണു പോയാലും ഈശ്വര ഞാൻ എവിടെ പോയാ തിരകിയ. കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. വസന്തി എന്റെ ചേട്ടൻ വന്നടി. ചേട്ടന്റെ കണ്ണൊക്കെ അവിടെയാടി, കണ്ടില്ലല്ലോ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി